പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സെക്കുലർ ഫെസ്റ്റ് ഉണ്ടാവുക, അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം സെക്കുലറായിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കാം നമ്മൾ ഈ കാലത്തിൽ ഏറ്റവും പുതിയ ജീവിതം എന്ന് പറയുന്നത്. ബാക്കി മതപരമായി ജീവിക്കുക, അത് ഇസ്ലാം മതമാണെങ്കിൽ അത് 6-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായതെന്നാണ് പറയണത്. അപ്പോൾ അത് 1500 വർഷത്തെ പഴക്കമുള്ള മതങ്ങളാണ്. ക്രിസ്തു മതത്തിനും അങ്ങനെ തന്നെ. ഹിന്ദു മതത്തിൻ്റെ ആണെങ്കിൽ പറയണ്ട, അതിൻ്റെ പഴക്കം പറയണ്ട, അത് അനാദി എന്നാണ് പറയണം. അത്രയും പഴഞ്ചൻ മതങ്ങളിൽ മനുഷ്യരൊക്കെ വിശ്വസിക്കുകയും അത് വള്ളി പുള്ളി വിടാതെ ഈ ലോകത്ത് നടപ്പിലാക്കണമെന്ന് കരുതുകയും ചെയ്യുന്ന ആളുകളുടെ യുദ്ധം നിറഞ്ഞ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കുലറായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതൊരു പുതിയ ജീവിതമാണ്. ആ പുതിയ ജീവിതം, ഇപ്പോൾ നേരത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞതുപോലെ, പുതിയ ജീവിതത്തിൽ പുതിയ സാങ്കേതിക വിദ്യ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ 200 വർഷം അല്ലെങ്കിൽ 100 വർഷം, കഴിഞ്ഞ 50 വർഷം കൊണ്ട് നമ്മുടെ ലോകത്തിനുണ്ടായ മാറ്റം വളരെ വലുതാണ്. 21-ാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോൾ ഈ വാട്സപ്പിൻ്റെയൊക്കെ ഒരു കാലം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിസ്മയിച്ചു പോകുന്നതുമായ ഒരു മാറ്റത്തിൻ്റെ കാലമാണ്. അപ്പോൾ ആ ഏറ്റവും പുതിയ ജീവിതത്തിനെ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്തിനെ കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ ജനറേഷൻ്റെ ആളുടെ എണ്ണക്കുറവ് ഇവിടെ ഉണ്ട്. പക്ഷെ അതിനർത്ഥം അവർ ഈ ലോകത്തല്ല എന്നുള്ളതല്ല, സെക്കുലർ അല്ല എന്നുള്ളതല്ല. ഒരു വലിയൊരു അളവോളം മനുഷ്യർ, ഒരു ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഹയർ സെക്കൻഡറി കഴിയുന്നതോടുകൂടെ ഒരു ശാസ്ത്രബോധത്തിലേക്ക് വളർന്നൊരു കാഴ്ച കൂടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ സ്കൂളിൻ്റെ കാര്യം ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. ഈ സ്കൂളിലെ അധ്യാപകരൊക്കെ വലിയ ഭൂരിപക്ഷം പേര് യാഥാസ്ഥിതികരാണ്. യാതൊരു പുതിയ കാര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. കഴിഞ്ഞ 2 ദിവസം മുമ്പേയും ഒരു ടീച്ചർ പറഞ്ഞത് ഞാൻ പുസ്തകം വായിക്കാറില്ല എന്നാണ്. അത് വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയും പറഞ്ഞ കാര്യമാണ്. കേട്ടിട്ട് ഞാൻ വിസ്മയിച്ചു പോയി. അത് പറയാൻ കാരണം, ഞാനൊരു കവിത, ടാഗോറിൻ്റെ കവിതകൾ മലയാളത്തിൽ ഗദ്യത്തിൽ പരിഭാഷപ്പെടുത്തി. അത് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന തിട്ടപ്പോഴാണ് അവർ പറഞ്ഞത്, ഞാൻ പുസ്തകം വായിക്കുന്നില്ല. അങ്ങനെ വായിക്കാത്തത് അന്തസ്സായിട്ട് കരുതുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം തന്നെ വായിക്കണമെന്നില്ല, പക്ഷേ പുതിയ വിജ്ഞാനം സ്വാംശീകരിക്കാനുള്ള ഏതു മാർഗവും നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും സ്വീകരിക്കാത്ത മതജീവിതം വിഭാവനം ചെയ്യുന്ന ആളുകളായിട്ടാണ് ഒരുപാട് അധ്യാപകർ. എനിക്ക് അത്ഭുതം പറഞ്ഞ ഒരു കാര്യം, പുതിയ അധ്യാപകരിലാണ് ഈ പ്രവണത കൂടുതൽ. അവർ ജാതിയും ജാതകവും ജന്മദിനവും അമ്പലവും പള്ളിയും മോസ്കും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ വിഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും പങ്കുവയ്ക്കുന്നതിൽ വലിയ താല്പര്യമുള്ളവരാണ്. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച്, ശാസ്ത്രബോധത്തിനെ സംബന്ധിച്ച്, സാമൂഹികമായ വളർച്ചയെ സംബന്ധിച്ചുള്ള ആലോചനകളിൽ വിമുഖരാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞു ഇൻറ്ററാക്റ്റീവ് മെത്തേഡാണ് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷേ ക്ലാസ് റൂമുകളിൽ നമ്മൾ ഇൻറ്ററാക്റ്റീവ് മെത്തേഡാണ് പരിചയപ്പെടുന്നത്. SCERT ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചിട്ടുള്ള പാഠ്യപദ്ധതി, അതിൻ്റെ വിനിമയ രീതി ഇൻറ്ററാക്റ്റീവാണ്. സംവാദാത്മകമായ പഠനം എന്നാണ് പറയുന്നത്. സാമൂഹിക ജ്ഞാന നിർമ്മിതി എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. അത് ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതായത് കൂടിയിരിക്കുന്നു, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു, ചർച്ച ചെയ്യുന്നു, വിയോജിക്കുന്നു, സ്വാംശീകരിക്കുന്നു, അത് പൊതുവായിട്ട് അവതരിപ്പിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് മെത്തേഡാണ് ക്ലാസ് റൂമിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴും നമ്മളെല്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന നമ്മളെല്ലാം തന്നെ ഈ ഏകപക്ഷീയമായ വർത്തമാനങ്ങളിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനിപ്പോൾ അവരൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കുറേ സ്ലൈഡോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ട് ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഹൈടെക് ക്ലാസ് മുറിയാണെന്ന് പറഞ്ഞുകൊണ്ട് വർത്തമാനം പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഒരു തരത്തിലുള്ള വിനിമയവും നടക്കാത്ത ക്ലാസ് മുറികളായി മാറുന്നുണ്ട്. അതിന് ഒരു കാരണം സ്ട്രെങ്താണ്. കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. 60-65 പേരിരിക്കുന്ന ക്ലാസ് മുറിയാണ് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ. അപ്പോൾ കുട്ടികൾ പറയുന്നത്, എനിക്ക് നേരിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, അവരെ സ്നേഹത്തോടെ ഒന്ന് വിളിക്കാനോ ഒന്ന് തലോടാനോ ഒന്ന് ചേർത്ത് നിർത്താനോ അവരുടെ കുസൃതികളെ, നമുക്കറിയാം കുട്ടികളെന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവർ കുട്ടികളായിരിക്കുന്നത്. അവർ തർക്കിക്കും, വിയോജിക്കും, ഇറങ്ങിപ്പോവും, സംശയം ചോദിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് കുട്ടികൾ. ഇതെല്ലാ പ്രശ്നങ്ങളും ഉള്ളവരാണ്. അവരെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകർ. പക്ഷേ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും ഈഗോ ക്ലാഷുകളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ അധ്യാപകനാണ്, അതുകൊണ്ട് നീ ഏത് ചോദ്യം ചോദിക്കണം, നീ എങ്ങനെ പെരുമാറണം, ഇപ്പോൾ കയറി വരുമ്പോഴെന്നെ നമസ്കരിക്കണം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് പറയുന്നത്, നിങ്ങളാരും എന്നെ കാണുമ്പോൾ എണീക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ വിഷ് ചെയ്യേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല, അത് എന്നോട് നിങ്ങൾ നമസ്തേ പറയേണ്ടതില്ല. അത് ആവശ്യമുള്ളൊരു കാര്യമല്ല. കാരണം എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസം, ഈ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരാളെന്ന നിലയിലുള്ള കാര്യമല്ലാതെ വേറെ വ്യത്യാസമില്ല. നിങ്ങൾ എണീക്കേണ്ടതില്ല. അപ്പോൾ കുട്ടികൾ അത്ഭുതത്തോടുകൂടിയാണ് അത് കേൾക്കുന്നത്. കാരണം ബാക്കി അധ്യാപകരെല്ലാം പഠിപ്പിക്കുന്നത് സാറിനെ കണ്ടാൽ ഉടനെ എണീക്കണം, നമസ്തേ പറയണം, സാർ ഇരുന്നിട്ടേ ഇരിക്കാവൂ,
പിന്നെ വിയോജിക്കാൻ പാടില്ല, വിയോജിപ്പ് അവർക്ക് തർക്കുത്തരമാണ്. ഈ തരത്തിൽ ഒരു പഴയ ജീവിത രീതി വേണമെങ്കിൽ പറയാം, മനുസ്മൃതിയൊക്കെ മുമ്പേ വിഭാവനം ചെയ്തിട്ടുള്ള ജീവിത രീതി എന്താണോ അത് തന്നെയാണ്. ഇതൊരിക്കലും സിലബസിലുള്ളതല്ല. സയൻറ്റിഫിക് നമ്പർ വർദ്ധിപ്പിക്കണമെന്ന തരത്തിൽ നമ്മൾ അധ്യാപകരെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഈ പരമ്പരാഗതമായ ജീവിത രീതികൾ മാത്രം സ്കൂളിൽ കൊണ്ടുവരികയും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അത്ഭുതമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, സൂംബ ഡാൻസ് കുട്ടികളെ കൊണ്ട് കളിപ്പിക്കണം എന്നുള്ളത്. അതെനിക്ക് വളരെ രസമായിരുന്നു. ഞാൻ പണ്ട് തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്കൂളിലെ അധ്യാപകരോട് ഞാൻ പറഞ്ഞത്, നമുക്ക് ഡേ ഫോർ ഡാൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾ ഈ ഡാൻസ് കളിക്കും. അങ്ങനെ കാരണം ഇവർക്ക് ഒരു എനർജി ഉണ്ട്. 9 മണി മുതൽ 4:30 വരെ ഈ കുട്ടികൾ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് എനർജി ഉണ്ട്. അത് ഡേ ഫോർ ഡാൻസ് വെച്ച് നമുക്ക്, പക്ഷേ ആ പറഞ്ഞ ഞാൻ മാത്രമല്ലാതെ വേറെ ആർക്കും അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് മനസ്സിലാവുന്നില്ല. കാരണം കുട്ടികൾ കളിച്ചാൽ അത് സദാചാര ധ്വംസനമാവും. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ വളരെ യാഥാസ്ഥിതികമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ വിദ്യാഭ്യാസം. എൻ്റെ പ്രാക്ടീസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. സിലബസിൻ്റെയോ മെത്തഡോളജിയുടെയോ സൈക്കോളജിയുടെ കാര്യമല്ല പറയുന്നത്. മാത്രമല്ല നമ്മുടെ സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷവും എയ്ഡഡ് സ്കൂളുകളാണ്. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 55% എയ്ഡഡ് സ്കൂളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയ്ഡഡ് സ്കൂളുകൾ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ കീഴിൽ വരുന്നതാണ്. അവിടെ തന്നെ എല്ലാ സംവരണ തത്വങ്ങളും ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് അധ്യാപകർ നിയമിക്കപ്പെടുന്നത്. അവിടെ അധ്യാപകർ ഇതൊന്നും ഇവിടെ എല്ലാം പറയാൻ പറ്റില്ല, കാരണം നമ്മളെടുത്ത് കൊടുത്തുകളയും. അപ്പോൾ അവിടെ അധ്യാപകർ ഞാൻ കാശ് കൊടുത്തിട്ട് ജോലി കയറുന്ന ആളാണ്, എന്നെ ആരാണ് പഠിപ്പിക്കാൻ എന്ന് ചോദിക്കുന്നവരാണ്. അത്രയും വിജ്ഞാന വിരുദ്ധത. അധ്യാപകരുടെ സംഗമങ്ങളിൽ പോലും വിജ്ഞാനത്തിന് അനുകൂലമായിട്ടുള്ള വിജ്ഞാന വിരുദ്ധത. ഫൺ എന്ന് പറയുന്നൊരു കാര്യത്തിനാണ് താല്പര്യം. വിജ്ഞാനത്തിന് താല്പര്യമില്ല, അറിവ് വികസിപ്പിക്കുന്നതിന് യാതൊരു താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഇത് ഞാൻ പറയുന്നത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ്. ഒരു കുറച്ച് ന്യൂനപക്ഷമുണ്ട്, അല്ലാതെ ഇതിനോട് ഗൗരവമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ അവർ പലപ്പോഴും പല സ്കൂളുകളിലും ദുർബലരാണ്, എന്നെപ്പോലെ ദുർബലരാണ്. കാരണം അതിനകത്ത് ഒരാളാണ് പറയാനുള്ളത്. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ 1-2 പേരാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, അവർ വലിയ പ്രശ്നക്കാരാണ്. കാരണം ഇങ്ങനെ വിയോജിച്ച് നിൽക്കുന്ന വേറൊരു സിസ്റ്റത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാർ വലിയ ശല്യക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഏതിനെയും ചോദ്യം ചെയ്യും. ഇപ്പോൾ പ്രാർത്ഥന, രാവിലെ സ്കൂളിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥന, എന്തിനാ പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മൈത്രേയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രി അതുപോലെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ എണീക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് ചോദിക്കുന്നത് പോലെ പ്രാർത്ഥനയെ വിയോജിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാനേ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്കൂളിൻ്റെ ഒരു വലിയൊരു പ്രശ്ന പരിസരമുണ്ട്. പക്ഷേ കുട്ടികൾ ഇന്ന് മറികടക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെയും അത്തരത്തിലുള്ള ഒരുപാട് മാധ്യമങ്ങളിലൂടെ കുട്ടികളിലേക്ക് ഈ ശാസ്ത്രബോധവും, കാരണം അതിരുകളില്ലല്ലോ, എല്ലാ അതിർത്തികളെയും നമ്മുടെ യാഥാസ്ഥിതികമായ ഭരണകൂടത്തിൻ്റെ എല്ലാ അതിർത്തികളും വിച്ഛേദിക്കപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിരോധിച്ചാലും നമുക്ക് വേറെ വഴിക്ക് സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് എവിടെയൊക്കെ നിരോധിച്ചാലും ആ നിരോധിക്കുന്ന സാധനങ്ങൾ പലതരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ നിന്ന് ലഭിക്കുന്നൊരു കാലത്താണ്. അതുകൊണ്ട് ഒന്നും നമുക്ക് വിലക്കാൻ പറ്റില്ല. വിലക്കിനപ്പുറം നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അധ്യാപകർ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അവർ പരിഹാസ്യരായിട്ടാണ് നിൽക്കണമെന്നല്ല. പിന്നെ വിധിക്കപ്പെട്ടു 2 വർഷം അല്ലെങ്കിൽ കുറേ കാലം അധ്യാപകരുടെ മുമ്പിൽ ഇരിക്കണം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളാണ് ആ 2 വർഷം പൂർത്തിയാക്കി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നൊരു സംഗതിയുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും കുട്ടിയെ മെച്ചപ്പെടാൻ സഹായിക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സും മെച്ചപ്പെടാൻ സഹായിക്കുന്നതാണ്. അതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് കുട്ടി ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഏതവസ്ഥയിലായിരുന്നു, ക്ലാസ് തീരുമ്പോൾ ഏതവസ്ഥയിലാണ് എന്ന് പരിശോധിക്കുന്നതിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ ദിവസവും അധ്യാപകന് പരിശോധിക്കാം, അധ്യാപികയ്ക്ക് പരിശോധിക്കാം, ഓരോ ആഴ്ചയും പരിശോധിക്കാം, ഓരോ മാസവും പരിശോധിക്കാം. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ, ഈ പ്രോസസ്സ് കഴിയുമ്പോൾ അവൻ എന്തായി അല്ലെങ്കിൽ അവൾ എന്തായി എന്ന് പരിശോധിക്കാൻ പറ്റും. ഒരാഴ്ചയാണെങ്കിൽ അവൻ്റെ നില മെച്ചപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാം. ഒരു മാസമാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അത്തരത്തിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ടത്. പക്ഷേ നമ്മളുടെ നിർഭാഗ്യവശാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ സ്കോർ വർഷത്തിൽ ഒരിക്കൽ പ്രദർശിപ്പിക്കുന്ന സാധനമായി മാറിയിട്ടുണ്ട്. ഇതിലൊരു 2 തരത്തിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒന്ന്, അധ്യാപകർ എന്ന നിലയ്ക്ക് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. 2 കുട്ടികൾ ഹയർ സെക്കൻഡറി പഠിച്ച് പൂർത്തിയായ ഒരു എക്സ്പീരിയൻസും ഇതുണ്ട്. അപ്പോൾ ഇത് 2ഇടത്തും ഈ പ്രശ്നം നിലവിലുണ്ട്. അത് എങ്ങനെ മറികടക്കും എന്ന് നമുക്കറിയില്ല. കാരണം ഈ എയ്ഡഡ് ലോബികളുടെയും അൺഎയ്ഡഡ് ലോബികളുടെയും ഇടയിൽ വിദ്യാഭ്യാസം ഇങ്ങനെ ഞെരുങ്ങി അശാസ്ത്രീയവും അസംബന്ധപരവും അതുപോലെ തന്നെ മതവിശ്വാസപരവും ആയി മാറി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. അവിടെ തന്നെ ആളുകൾ വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ നിലനിൽക്കെ അത് മാറാതെ അതിലൂടെ മാറ്റിയെടുക്കാതെ സാധ്യമല്ല. കാരണം ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ വിദ്യാഭ്യാസം പലതരം സിലബസുകളാണ്, പല രീതികളാണ്, പല സ്ഥാപനങ്ങളാണ്, പല താല്പര്യങ്ങളാണ് ഇത് നടത്തുന്നത്. അങ്ങനെ മൊത്തത്തിൽ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് വിഭജിച്ച് നിർത്തുന്ന തരത്തിൽ അത് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിവിടെ നിന്നുകൊണ്ടാണ് നമ്മളിതൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ അങ്ങനെ
ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്കുലർ സമ്മേളനത്തിന് വരുമ്പോൾ ഏറ്റവും പുതിയ മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇത് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ മതത്തിനെക്കുറിച്ച് നമ്മൾക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ കവിത എഴുതുന്ന ഒരാളാണ്. അപ്പോൾ കവിതയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഒരു കവിത ഞാൻ ആദ്യം അവതരിപ്പിക്കാം. ഒന്ന് ക്രിസ്തുവുമായിട്ടുള്ളൊരു സംവാദമാണ്. നമുക്കറിയാം ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളറിയാം. മാത്രമല്ല ഇപ്പോഴും CE എന്നും BCE എന്നും ബിഫോർ കോമൺ ഇറ അല്ലെങ്കിൽ കോമൺ ഇറ എന്ന് പറയാത്ത ചരിത്രകാരന്മാരുണ്ട്. AD എന്നും BC എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, കോമൺ ഇറയാണത്, അല്ലെങ്കിൽ പൊതുവർഷം എന്ന് പറയുന്നത്. ആ തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചരിത്ര അധ്യാപകർ വരെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ബിംബമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. കാരണം ക്രിസ്തു എന്നല്ല, എല്ലാവരുടേതുമാണല്ലോ. ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം എഴുതിയ പുസ്തകമാണെന്ന് വിശ്വസിക്കും പോലത്തെ ഒരു കുഴപ്പം വേറെയില്ലല്ലോ. അപ്പോൾ ക്രിസ്തുവുമായിട്ടൊരു സംവാദമാണ്. ക്രിസ്തു തോറ്റുപോയ ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിനോടുള്ള സംവാദം എന്ന നിലയ്ക്ക് വിലാപങ്ങൾ എന്നൊരു കവിത. തോറ്റുപോയവനെ, നിന്റെ മുറിവുകൾക്ക് മുന്നിൽ നിൽക്കാൻ എനിക്ക് ത്രാണിയില്ല. ഒരു മുള്ളുകൊള്ളുമ്പോഴേ തളർന്നു പോകുന്നു ഞാൻ, നീയോ മുൾക്കിരീടവുമായി നിൽക്കുന്നു. ഒരു വാക്കുമതി എൻ്റെ സമനില തെറ്റാൻ, നീയോ ഒറ്റുകാരനെ പോലും സ്നേഹിക്കുന്നു. കൈകാലുകളിൽ ആണി തറച്ചവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിച്ചതോർത്ത് ഞാൻ നടുങ്ങുന്നു. ചത്തിട്ടും വിലാപ്പുറത്ത് കുത്തിയിറക്കിയ കുന്തമല്ലാതെ മറ്റെന്താണ് ലോകം? ചത്തിട്ടും വിലാപ്പുറത്ത് കുത്തിയിറക്കിയ കുന്തമല്ലാതെ മറ്റെന്താണ് ലോകം? സ്നേഹമല്ലാതൊന്നുമല്ലാത്തൊരാളിനെ കുരിശും ചുമപ്പിച്ച് തല്ലി നടത്തിയ ലോകത്തിലെ ഒരു അംഗമാണു ഞാൻ. നിന്റെ ദാരുണമായ ശവത്തെ കുരിശിൽ നിന്നിറക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നീ മരിച്ചാന്തിക്കിടക്കുന്ന അൾത്താരകളാണ് ഞങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. അത് വിട്ടിറങ്ങി പീലാത്തോസിന് വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. നിന്റെ ഉയിർപ്പ് ഞങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒരു കള്ളമാണ്. ഉയിർപ്പിലല്ല, പീഡയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശരിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കൊണ്ട് കുമിഞ്ഞുകൂടിയ ഭൂമിയാണിത്. ശരിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കൊണ്ട് കുമിഞ്ഞുകൂടിയ ഭൂമിയാണിത്. ഇവിടെ നിന്നാണ് സ്വർഗത്തെക്കുറിച്ച് മിണ്ടുന്നത്. നിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് പീഡയെ വീണ്ടെടുക്കാനല്ലാതെ ഒന്നിനുമല്ല. ഇക്കണ്ട കാലം മുഴുവൻ നിന്റെ ശവദേഹവും കൊണ്ട് നടക്കുകയാണ്. വേദനയ്ക്ക് വേദനയുണ്ടതിൽ, സ്നേഹത്തിന് സ്നേഹമുണ്ടതിൽ, ത്യാഗത്തിന് ത്യാഗമുണ്ടതിൽ. അതേ വേദന ചൊല്ലി, അതേ സ്നേഹം പറഞ്ഞ്, അതേ ത്യാഗം ചൂണ്ടി ഞങ്ങൾ ഒറ്റുകാരായി കഴിയുന്നു. ആരെയെങ്കിലും തല്ലിക്കൊല്ലാത്ത ഒരു ദിവസവും ഇവിടെയില്ല. കൊല്ല് എന്നല്ലാതെ ഞങ്ങളുടെ ഭാഷയ്ക്ക് അർത്ഥമില്ല. അറക്കവാൾ പോലെയാണ് ഞങ്ങളുടെ യുക്തി. പ്രിയപ്പെട്ടവനെ, തുടരുന്ന നിൻ്റെ മുറിവുകൾക്ക് മുന്നിൽ നിൽക്കാൻ എനിക്ക് കെൽപ്പ് പോരാ. ഞാൻ നിന്നെ വിട്ടുപോകുന്നു. കടൽ നടന്നു വന്നവനെ, പുഴ ഉദ്ഭവിക്കുന്ന മലയടിവാരത്തിലെ തണുപ്പിൽ നീ ഉണ്ടാകുമോ? ഇതാണ് കവിത. ഈ മതവിമർശനവുമായി ബന്ധപ്പെട്ട ചില കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മുമ്പ് എഴുതിയ അങ്ങനെ 1-2 കവിതയോടെ പറഞ്ഞിട്ട് ഞാൻ ഇത് വേദി വിടാമെന്ന് വിചാരിക്കുന്നു. 2006 എഴുതിയ അതിൻ്റെ ആദ്യ സമാഹാരത്തിൽ വരുന്നൊരു കവിതയാണ് പണക്കാരുടെ ദൈവം എന്നൊരു കവിത. ഒരിക്കൽ സഞ്ചാരിയോട് കുട്ടി ചോദിച്ചു, ആരാ ക്രിസ്തു? സഞ്ചാരി പറഞ്ഞു, പണക്കാരുടെ ദൈവം. കുട്ടി, അതെന്താ അങ്ങനെ? സഞ്ചാരി, അവരുടെ പ്രാർത്ഥനകൾ മാത്രം കേൾക്കുമാറാവുന്നു. അവരുടെ സ്വപ്നങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി അവർക്കു മാത്രം തുറക്കപ്പെട്ടിരിക്കുന്നു. കുട്ടി, അപ്പോൾ പാവങ്ങളുടെ ക്രിസ്തുവോ? സഞ്ചാരി, കൊല്ലപ്പെട്ടുപോയി 2000 വർഷത്തിന് മുമ്പ് തന്നെ. ജൈവബുദ്ധൻ എന്നൊരു കവിത. അതായത് ഒരു തമിഴ്നാട് യാത്രയിൽ, തമിഴ്നാട് ദേശാടന പക്ഷികൾ സ്ഥിരം വന്നു പോകുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. തമിഴ്നാടിൻ്റെ ഭാഗത്താണ്. മുപ്പന്തൽ, അതെ. അപ്പോൾ നല്ല രസമാണ് അതങ്ങനെയൊക്കെയുള്ള യാത്ര. ഞങ്ങൾ ബൈക്കിലാണ്, ഞാനൊരു സുഹൃത്തും കൂടെ ബൈക്കിലാണ് അവിടേക്ക് പോയി. ഈ യാത്രക്കിടയിൽ ബുദ്ധനെ അനുഭവിച്ചതിൻ്റെ ഒരു
എങ്ങനെയാണത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ യാത്രയിൽ എനിക്ക് ബുദ്ധനെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ആശയം അവതരിപ്പിച്ചൊരു കവിതയാണ്. അത് 2006 എഴുതുന്ന കവിതയാണ്. പക്ഷേ ഈ കവിത ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രീതിയിലാണ് ആ കവിത എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു നിശബ്ദത ആണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത. അതായത് വളരെ സൈലൻ്റായിട്ട് ഒരു ശബ്ദമില്ലാതെ വായിക്കേണ്ട ഒരു കവിത എന്നാണ് ഞാൻ സ്വയം മനസ്സിലാക്കുന്നൊരു കാര്യം. അതെന്തായാലും വായിക്കുന്നു. ജൈവബുദ്ധൻ. കൊടും വെയിലത്ത് അലയുന്നവനായല്ലാതെ ബുദ്ധനെ സങ്കല്പിക്കാൻ എനിക്കായിരുന്നില്ല. ദുഃഖകാന്തിയിൽ മുങ്ങിയോനെ. കൊടും വെയിലത്ത് അലയുന്നവനായല്ലാതെ ബുദ്ധനെ സങ്കല്പിക്കാൻ എനിക്കായിരുന്നില്ല. ദുഃഖകാന്തിയിൽ മുങ്ങിയോനെ. പിന്നെ ഞാൻ കണ്ടു തണൽ തേടിപ്പോകുമ്പോൾ കനിച്ചോട്ടിൽ നിന്ന് മരങ്ങളിൽ മരബുദ്ധനെ. ജലസ്ഥലികളിൽ വെയിൽ കടന്നെത്തുമ്പോൾ ജലബുദ്ധനെ. പോക്കിൽ വഴിബുദ്ധനെ. കണ്ടു പർവ്വതങ്ങളിൽ ശൈലബുദ്ധനെ. രസനയിൽ ഗന്ധങ്ങളിൽ മറ്റൊരു സാന്ദ്രബുദ്ധനെ. നിഗൂഢതയിൽ കുളിർബുദ്ധനെ. തേജബുദ്ധനെ ഇരുളാണ്ട ഭയസ്ഥലികളിൽ. കാൺമൂ ഞാനൊരു ഗൗരവബുദ്ധനെ എങ്ങും ധ്യാനസ്ഥമായി. പിന്നെ ഞാൻ കണ്ടു തണൽ തേടിപ്പോകുമ്പോൾ കനിച്ചോട്ടിൽ നിന്ന് മരങ്ങളിൽ മരബുദ്ധനെ. ജലസ്ഥലികളിൽ വെയിൽ കടന്നെത്തുമ്പോൾ ജലബുദ്ധനെ. പോക്കിൽ വഴിബുദ്ധനെ. കണ്ടു പർവ്വതങ്ങളിൽ ശൈലബുദ്ധനെ. രസനയിൽ ഗന്ധങ്ങളിൽ മറ്റൊരു സാന്ദ്രബുദ്ധനെ. നിഗൂഢതയിൽ കുളിർബുദ്ധനെ. തേജബുദ്ധനെ ഇരുളാണ്ട ഭയസ്ഥലികളിൽ. കാൺമൂ ഞാനൊരു ഗൗരവബുദ്ധനെ എങ്ങും ധ്യാനസ്ഥമായി. ഉത്സവ ഭീകരത എന്നൊരു കവിതയോടെ അവതരിപ്പിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കാം. ചെറിയ കവിത, വളരെ ചെറിയ കവിതയാണ്. ഉത്സവ ഭീകരത. ഉത്സവം നടക്കയാണ് റോഡിൻ്റെ നെഞ്ചത്ത്. തിളയ്ക്കുന്ന വെയിലത്ത് കാതു കുത്തിത്തുളച്ച് രാത്രിയും പകലും. ഉത്സവം നടക്കയാണ് റോഡിൻ്റെ നെഞ്ചത്ത്. തിളയ്ക്കുന്ന വെയിലത്ത് കാതു കുത്തിത്തുളച്ച് രാത്രിയും പകലും. തൊഴുകൈയോടെ ന്യായാധിപർ നിയമപാലകർ. മതമേതായാലും ഉത്സവം നന്നായാൽ മതി. ഹിറ്റ്ലർക്കെന്ന പോലെ കാത്തുനിൽക്കുന്ന ജനം. നന്ദി.